ഹായ്, ഇന്ന് ഞങ്ങൾ പോകുന്നത് കുതിരമാളിക അല്ലെങ്കിൽ പുത്തൻമാളിക പാലസിലോട്ടാണ് കേട്ടോ. സോ അത് നമ്മുടെ പത്മനാഭസ്വാമിയുടെ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് തന്നെയാണ്. ആ സൈഡിൽ കുറേ കടകളുണ്ടാവില്ല, അതിൻ്റെ സൈഡിൽ തന്നെയാണുള്ളത്. അപ്പം നമ്മൾ രാവിലെ അവിടെ തൊഴുതിട്ട് അവിടെ തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തതിന് ശേഷം ആ പാലസിലോട്ട് എൻട്രി ടിക്കറ്റ് എടുത്ത് ഞങ്ങളങ്ങ് കയറി. സോ പുറത്തുനിന്ന് വീഡിയോ എടുക്കണമെങ്കിൽ 50 രൂപയും അകത്ത് വീഡിയോ എടുക്കാൻ 500 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. സോ ഞങ്ങൾ എന്തായാലും എടുത്തു, രണ്ടും ടിക്കറ്റ് എടുത്തു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലപ്പോഴൊക്കെ അല്ലേ വരുള്ളൂ. ഇതിപ്പോൾ നമ്മളൊരു വീഡിയോ ആക്കി ചെയ്തിട്ടാൽ നമുക്ക് ഇതൊക്കെ ഒരു മെമ്മറീസ് അല്ലേ, അതുകൊണ്ട് ഞാൻ 2 ടിക്കറ്റും എടുത്തു. സോ ഞങ്ങൾ അങ്ങോട്ടേക്ക് കയറി. അമ്മു പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോൺ ഏതാന്നൊക്കെ മീൻസ് നോക്കിക്കൊണ്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. സോ ഇതാണ് ആ പാലസ്. ഞങ്ങൾ അകത്തോട്ട് കയറി. ഇതാണ് ഫസ്റ്റ് നമ്മൾ കാണുന്ന ഒരു എൻട്രൻസ്. സോ അതിലിങ്ങനെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് കാണാനായിട്ട്. സോ ഇതൊക്കെ ഇങ്ങനെ ഒരു എന്താ പറയുക, പണ്ടത്തെ ആൾക്കാരുടെ ആ ഒരു കലാസൃഷ്ടികളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പം ഞാൻ ഇതൊക്കെ എങ്ങനെയാണെന്നും എന്താണെന്നും എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇതൊക്കെ കണ്ടതുകൊണ്ട് അത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. സോ ആ കാണിച്ചത് പല്ലക്കായിരുന്നു കേട്ടോ. പിന്നെ ദേ ഇവിടെ കുറേ ചിത്രരചന ഐ മീൻ പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ട്. എനിക്കെന്താണ് ഓർമ്മ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണ്ടത്തെ നാലുകെട്ട് തറവാട് വീടൊക്കെ ഇല്ലേ, എനിക്ക് ആ ഒരു നൊസ്റ്റാൾജിയ ഫീലിംഗ് ആയിരുന്നു ഈ പാലസിനകത്തോട്ട് കയറിയപ്പം ഉണ്ടായിരുന്നത്. സോ ഇവിടെയൊക്കെ ഒത്തിരി കാണാനുണ്ട്, ഇങ്ങനത്തെ ഓരോരോ ആർട്ട് ഫോംസ്, ഐ മീൻ ഓരോ കലാസൃഷ്ടികൾ, ഓരോരുത്തർ ഓരോ പ്ലേസസിന് അവിടുത്തെ തമ്പുരാന് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ്. അവരൊക്കെ അത് നല്ല വൃത്തിയായിട്ട് ഷോക്കേസ് ചെയ്ത് വച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഇടയിൽ ഞങ്ങളും കുറേ ഫോട്ടോസ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ദേ ഇത് ഓരോ റൂമും ആക്ച്വലി എനിക്കെന്താ ഇതിനകത്ത് അത്ഭുതം ഉണ്ടായി വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഓരോ റൂം കടക്കുമ്പോഴും ഇവിടെ നിന്ന് നോക്കിയാൽ അങ്ങ് അറ്റം വരെയുള്ള റൂം വരെ നമുക്ക് കാണാൻ പറ്റും. അത് ഒരു എന്താ പറയുക, ഇവരൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാവുക എന്നൊക്കെ ഒരു മനസ്സിൽ ആ ഒരു ചിന്തയൊക്കെ ആട്ടോ കടന്നു പോയത്. കാരണം അന്നത്തെ കാലത്തും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു പോകും. പിന്നെ ദേ ഇവിടെ നോക്കൂ, ഗണപതിയുടെ സ്റ്റാച്ചു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗണപതിയാണ്. ഓരോ അതിലുള്ളത് ഗണപതിയുടെ ശില്പങ്ങളാണ് ഇവിടെ കാണുന്നത്. പിന്നെ ദേ അടുത്തത് ഓരോരോ പെയിൻറ്റിങ്സ് നമുക്ക് അറിയാത്ത പേരൊക്കെ തന്നെ എനിക്കറിയത്തില്ല. അവരുടെ പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ വായിച്ചു വരണമെങ്കിൽ തന്നെ കുറച്ച് സമയം എടുക്കും നോക്കി നമ്മൾ വായിക്കുമ്പോഴത്തേക്കും. കാരണം നമുക്കറിയത്തില്ല ഇവരൊക്കെ ആരാണെന്ന്. പണ്ട് കാലത്തുള്ള ആൾക്കാരുടെ അവിടുത്തെ ആയിരുന്നു. പക്ഷെ എനിക്കത്ര പരിചയമൊന്നുമില്ല. ഇതൊക്കെ നമ്മൾ പണ്ടത്തെ ചരിത്രം ഹിസ്റ്ററിയിലൊക്കെ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട് എന്ന് തന്നെ ഉള്ളൂ. അപ്പം അല്ലാതെ നമുക്ക് വലിയ പരിചയമൊന്നും ഇല്ലല്ലോ ഇതൊക്കെ കണ്ടിട്ട്. ഇതിനെക്കുറിച്ച് അറിയത്തുമില്ല. അപ്പം ജസ്റ്റ് ഇങ്ങനെ കണ്ടപ്പം ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. ഇത് രാജാവിൻ്റെ സിംഹാസനം, ക്രിസ്റ്റൽ സിംഹാസനമാണിത്. സോ നല്ല രസമുണ്ടായിരുന്നു, ഇങ്ങനെ തിളങ്ങിയിരിക്കുന്നു. ഇവിടെ വേറൊരു സിംഹാസനമുണ്ട്. സോ ഇതാരോ എന്താ പറയുക, സൈഡിലും രണ്ട് പക്ഷെ മൊബൈലിൽ നമുക്കങ്ങനെ എടുക്കാൻ പറ്റാതെ ഒന്നുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. ഇതും ഒരു കോലാപ്പൂരിൽ നിന്ന് ആരോ ഗിഫ്റ്റ് കൊടുത്തതാണ് രാജാവിന്. സോ അതൊക്കെ ഞങ്ങളിങ്ങനെ എടുത്ത്, സോ എന്താ പറയുക, ഇതൊക്കെ നിങ്ങളെയും കൂടി കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങളിങ്ങനെ അവിടെ നടന്ന് അത്ഭുതത്തോടു കൂടി ഈ ഓരോരോ കാഴ്ചകളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ തോക്കൊക്കെ എന്നെ കൊണ്ട് എടുക്കാൻ പറ്റുമെന്ന് തന്നെ എനിക്കറിയത്തില്ല. അത്രയും വലിയ തോക്കൊക്കെ ആയിരുന്നു അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളങ്ങ് മുകളിലോട്ട് കയറിപ്പോയി. മുകളിലും ഒത്തിരി സംഭവങ്ങളുണ്ടായിരുന്നു കാണാനായിട്ട്. ഇതേ സ്റ്റെപ്സ് കയറിപ്പോയിട്ട് നോക്കുമ്പം അവിടെ എന്താ പറയുക, നമ്മളുടെ ഇതായിരുന്നു ആ ഒരു വ്യൂ, മുകളിലുള്ള ഒരു വ്യൂ ഇങ്ങനെയായിരുന്നു ആ ഒരു റൂമിൽ. പിന്നെ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഇതൊക്കെ എന്തോന്നാണെന്ന് തന്നെ എനിക്കറിയത്തില്ല കേട്ടോ, എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും എനിക്കറിയത്തില്ല. ജസ്റ്റ് ഇങ്ങനെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടോളൂ. പിന്നെ ദേ ഇവിടെ കുറേ ആനക്കൊമ്പിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പണ്ട് കാലത്ത് രാജാവ് ഉപയോഗിച്ചിരുന്ന കട്ടിലും അവരുടെ ആ സാധനങ്ങളും എല്ലാം ഒന്നിലും നമ്മൾ തൊടാൻ പാടില്ല. ഇതെല്ലാം ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
ഇത് എന്താണ്, എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, എന്താണെന്നുള്ള ഇൻഫർമേഷനാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കിപ്പോൾ ഇതിൽ കാണിക്കാൻ പറ്റില്ല, കാരണം വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോവും. ഇതൊക്കെ ഗ്ലാസ് ഐറ്റംസ് ആണ് കേട്ടോ, ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഐറ്റംസ് ആണ് അതൊക്കെ. പിന്നെ ഇതും വേറെ കുറച്ച് സംഭവങ്ങളാണ്, പണ്ട് കാലത്ത് യൂസ് ചെയ്ത ചെങ്കോല്. അങ്ങനെ കിരീടം വന്നിട്ട് പാദസരാണ് കേട്ടോ. ഇത്രയും വലിയ പാദസരം ഇടാനുള്ള കാലാണോ എന്ന് നമ്മൾ ആലോചിച്ചു. പാദസരാണ്. പിന്നെ ദേ ഓരോരോ വിളക്കുകൾ, കത്തികൾ, പണ്ട് കളരിപ്പയറ്റിന് ഉപയോഗിച്ചിരുന്ന കത്തികൾ, അതിൻ്റെ വാള്, അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ അവിടെ ഷോക്കേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, വാളൊക്കെയാണിത്. ഇത് മറ്റേ എന്താ ഇതിന് പറയുക, പരിചയം അതൊക്കെയാണ്. ഇതൊക്കെ ഇത്രയും വലുതായിരുന്നു കേട്ടോ, ഞങ്ങളെക്കാളും വലുതാണ്. പക്ഷെ ഇതൊക്കെ ഞാൻ ആലോചിക്കുന്നത്, ഇതൊക്കെ എങ്ങനെയാണ് ഇവരെടുത്തിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതാണ് ഞാൻ പെട്ടെന്ന് ആലോചിച്ചത്. ഇത് പിന്നെ ദേ റൂമിൽ ഇങ്ങനെ വരാന്ത, ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, വീണ, അങ്ങനെ ഓരോന്നോരോന്നായിട്ട് അതെന്താണെന്നും അവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് പണ്ട് കാലത്ത് അവർ സമയം നോക്കാൻ വേണ്ടി യൂസ് ചെയ്തിരുന്ന ഒരു ടെക്നിക്കാണ് കേട്ടോ. ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല, ഞാൻ തന്നെ കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ ഇവരുടെ കാര്യം പറയണോ? ദേ കണ്ണാടി, അവരുടെ കണ്ണാടിയൊക്കെ കണ്ടോ, നല്ല കൊത്തുപണികളെല്ലാം ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ണാടിയാണ്. ഇതൊരു, എനിക്ക് തോന്നുന്നു അത് നടരാജൻ്റെ ശില്പമായിരുന്നു തോന്നുന്നു അകത്ത്. അപ്പം അതങ്ങനെ കണ്ണാടികൾ, അങ്ങനത്തെ കണ്ണാടികളാട്ടോ. അതിൽ ആ വർക്കൊക്കെ ചെയ്തിരിക്കുന്നത് നല്ലൊരു വർക്ക് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. എനിക്ക് മിററൊക്കെ ഉണ്ട്, രണ്ട് സൈഡിലും മിററും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. റൂം എല്ലാം കറക്റ്റ് അതേപോലെ ഇങ്ങനെ. ഇതേ വരാന്ത, ഇവിടെയും കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, ഓരോ മറ്റേ മാർബിളിൽ ചെയ്തിട്ടുള്ള അതൊക്കെയാണ്. ഇത് കുറച്ച് പെയിൻറ്റിങ്സ് ആണ്. ഞങ്ങൾ ഇവിടുന്ന് എല്ലാവിടെ നിന്നും ഞങ്ങൾ ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്തു. ഇത് ജസ്റ്റ് വരാന്ത നോക്കൂ, എന്ത് രസമാണ്. ഞങ്ങൾ ദേ ഇവിടെ നിന്ന് രണ്ടുപേരും കൂടി ഇങ്ങനെ നടക്കുന്ന ഒരു 2-3 ടൈപ്പ്, ഈ ഒരു വരാന്ത ഒത്തിരി അങ്ങ് നീണ്ടങ്ങ് കിടക്കുകയാണ്. ഞങ്ങൾ കുറേ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് ലാവിഷായി അങ്ങ് നടന്നു. അധികം തിരക്കുണ്ടായില്ല, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ക്ലോസ് ചെയ്യാനായിട്ടുള്ളൊരു ടൈമിലാണ് പോയത്. ഇതാണ് ഇവിടെ ഒരു റൂം, ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൂമായിരുന്നു. വീഡിയോസൊക്കെ എടുത്തു, നമ്മളങ്ങനെ പോയി. പിന്നെ അടുത്തൊരു വരാന്ത, അതേപോലെ ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി അങ്ങ് നീണ്ട് കിടക്കായിരുന്നു വരാന്ത. സോ ഞാനിതൊക്കെ ഇവിടെ സ്പീഡായിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ, ഇതൊക്കെ പോയി കാണേണ്ട ഒരു, കുറേ പേര് ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും എനിക്കറിയാം. ഞാനായിരിക്കില്ല ആദ്യത്തെ ആളിവിടെ പോയി കാണുന്നത്, പക്ഷേ എന്നാൽ പോലും ഇതൊക്കെ ഒന്ന് നിങ്ങളെയും കൂടി കാണിക്കണം തോന്നി. സോ അതുകൊണ്ട് ഇങ്ങനെ എടുത്തതാണ് ഇതെല്ലാം. ഇവിടെയൊക്കെ ഈ റൂമിൽ ഇങ്ങനെ വാളും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ് ഞങ്ങൾ ഓൾമോസ്റ്റ് തീർന്നു. പിന്നെ ഇപ്പോൾ ഇവിടുന്ന് അപ്പുറത്ത് തന്നെ ചിത്രാലയമുണ്ട്, അവിടെ പെയിൻറ്റിങ്സ്, ആർട്ട് ഗാലറി, അവരുടെ ഫാമിലി ഫോട്ടോസ് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് അടയ്ക്കാനുള്ള സമയമായി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വേഗം ഫ്രണ്ടിൽ കൂടെ ഓടുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഓടാനൊന്നും വയ്യായിരുന്നു, ഞാൻ പുറകിൽ നടക്കുമായിരുന്നു. അമ്മുക്കുട്ടി വേഗം ഇതാണ് ഇവിടെ നിന്ന് ഇങ്ങനെ നടക്കണം കുറച്ച്. ചിത്രാലയം അങ്ങോട്ടേക്കാണ്. അപ്പോൾ അവിടത്തേക്കും കൂടിയുള്ള എൻട്രി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്ക് ക്യാമറ അലൗഡ് അല്ല, ഫോട്ടോസൊന്നും എടുക്കാൻ പാടില്ല. സോ ഞങ്ങളിങ്ങനെ അമ്മുക്കുട്ടി ഇങ്ങനെ വേഗം ഓടിപ്പോയി അങ്ങോട്ടേക്ക്. ഈ ഒരു വരാന്ത നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും എത്ര ദൂരം ഉണ്ടെന്ന്. അപ്പോൾ അത്രയും വലിയൊരു സ്ഥലത്തായിരുന്നു അത് ഉള്ളത്. ചുറ്റിക്കാണാനായിട്ട് ഒത്തിരി സ്ഥലമുണ്ട്. നമുക്ക് സമയം വളരെ കുറവായതുകൊണ്ട് നമ്മൾ ഒരുപാടൊന്നും കറങ്ങിയില്ല. ജസ്റ്റ് ഇങ്ങനെ അവിടെ കണ്ടു, ഈ ചിത്രാലയം പോയി കണ്ടു. അവിടെ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ അവിടെ ഒത്തിരി ഇൻഫർമേഷൻ, അവരുടെ കുടുംബങ്ങളും അവരുടെ പണ്ട് കാലത്ത് നമ്മളുടെ ഫോട്ടോസും, പത്മനാഭസ്വാമി ടെമ്പിളും ഈ ലക്ഷദ്വീപം മുറജപത്തിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. സോ ഞങ്ങളിത് ഇവിടേക്കൊന്ന് കറങ്ങി. അപ്പോൾ ഇതാണ് ചിത്രാലയം കേട്ടോ. അതിനകത്തേക്ക് നമുക്ക് ഇവിടെ അതിൻ്റെ എൻട്രി വരെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം നമുക്ക് അതിനകത്തോട്ടൊന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഫോണൊക്കെ ബാഗിൽ വെച്ച് നീറ്റായിട്ട് പോയിട്ട് നമ്മൾ കണ്ടിട്ട് വന്നത്. സോ അപ്പോൾ ഞങ്ങൾ ഫൈനലി ഒരു കുതിരാമാളിക പാലസിന് ജസ്റ്റ് ഒരു റൗണ്ട് ഒരു വ്യൂ എടുത്തു, വീഡിയോസ് എടുത്ത്. എവിടെ കണ്ടോ, ഇതാണ് ആ വീഡിയോ. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ.